നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ. ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ പരമാവധി ഒഴിവാക്കണമെന്ന് സുപ്രീം കോടതി. വരൾച്ചാ സഹായ ഫണ്ട് അനുവദിക്കാത്ത കേന്ദ്ര നടപടിക്കെതിരായ കർണാടകത്തിന്റെ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ഭൂഷൺ ആർ ഗവായി, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവർ അംഗങ്ങളായ ബെഞ്ചിന്റെ നിരീക്ഷണം. സമീപകാലത്ത് നിരവധി സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും ബെഞ്ച് നിരീക്ഷിച്ചു. വരൾച്ചാ സഹായം തടഞ്ഞുവെച്ച കേന്ദ്ര നടപടിക്കെതിരെയാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ സുപ്രീം കോടതിയിലെത്തിയത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഹർജി നൽകിയത് വാർത്തയുണ്ടാക്കാൻ വേണ്ടിയാണെന്ന് കേന്ദ്രത്തിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ആരോപിച്ചു. അറ്റോർണി ജനറൽ ആർ വെങ്കടരമണിയും സോളിസിറ്റർ ജനറലും കേന്ദ്ര സർക്കാരും കൂടിയാലോചിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേന്ദ്രം കടമെടുക്കൽ പരിധി വെട്ടിക്കുറയ്ക്കുന്നത് ചോദ്യം ചെയ്ത് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത ഗവർണറുടെ നടപടിക്കെതിരെയും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും കേരളം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള സഹായധനം അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തമിഴ്നാടും സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ബില്ലുകൾ പിടിച്ചുവെക്കുന്ന ഗവർണർക്കെതിരെയും തമിഴ്നാട് നിയമയുദ്ധത്തിലാണ്. ഛത്തീസ്ഗഡ് മദ്യനയവുമായി ബന്ധപ്പെട്ട മുൻ IAS ഉദ്യോഗസ്ഥനും മകനും എതിരായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കേസ് സുപ്രീം കോടതി റദ്ദാക്കി. IAS ഉദ്യോഗസ്ഥനായിരുന്ന അനിൽ ടുഡേജ, മകൻ യാഷ് എന്നിവർക്കെതിരായ കേസാണ് ജസ്റ്റിസ് അഭയ സോക്കയുടെ ബെഞ്ച് റദ്ദാക്കിയത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള കുറ്റകൃത്യം പ്രതികൾക്കെതിരെ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. രജിസ്റ്റർ ചെയ്ത പല കേസുകളും രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആക്ഷേപം ശക്തമായ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ നടപടി ഇഡിക്ക് കനത്ത തിരിച്ചടിയാണ്. ഛത്തീസ്ഗഡിലെ മദ്യനയവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയുടെ മുഖ്യ സൂത്രധാരനാണ് അനിൽ ടുഡേജ എന്നാണ് ഇഡിയുടെ ആരോപണം. ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ ഏജൻസിക്ക് കഴിഞ്ഞില്ല. 2023 ഇരുവർക്കും എതിരായ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരുന്നു. ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗേലിനെ കൊടുക്കാനായി മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത അഴിമതി കേസ് ഇഡി കെട്ടിച്ചമയ്ക്കുകയായിരുന്നുവെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. DMK നേതാവും തമിഴ്നാട് മുഖ്യമന്ത്രിയുമായ MK സ്റ്റാലിനെതിരെ അപകീർത്തി പരാമർശം നടത്തിയ കേസിൽ യൂട്യൂബർ ദുരൈമുരുകൻ സട്ടായിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ജസ്റ്റിസുമാരായ അഭയ സോഖ, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ എത്ര പേരെ ശിക്ഷിക്കേണ്ടി വരുമെന്ന് കോടതി ചോദിച്ചു. പ്രതിഷേധിക്കുകയും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ദുരൈമുരുകൻ തന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്തുവെന്ന് പറയാനാവില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തന്റെ ജാമ്യം റദ്ദാക്കിയ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്ത് ദുരൈമുരുകനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതിക്ക് മുമ്പാകെ സത്യവാങ്മൂലം നൽകിയ ദിവസങ്ങൾക്കുള്ളിൽ തമിഴ്നാട് മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശം വീണ്ടും നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നേരത്തെ മദ്രാസ് ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയത്. അതേസമയം ജാമ്യത്തിലിരിക്കെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തരുതെന്ന് ദുരൈമുരുകനോട് നിബന്ധന വെക്കണമെന്ന അപേക്ഷ സുപ്രീം കോടതി പരിഗണിച്ചില്ല. ഒരു പ്രസ്താവന അപകീർത്തികരമാണോ അല്ലയോ എന്നാരാണ് നിർണ്ണയിക്കുന്നതെന്നും ജസ്റ്റിസ് അഭയ സോഖെ ചോദിച്ചു. B.Ed ബിരുദമുള്ളവരെ പ്രൈമറി അധ്യാപകരായി നിയമിക്കരുതെന്ന വിധി 2023 ഓഗസ്റ്റ് 11 മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെന്ന് വ്യക്തത വരുത്തി സുപ്രീം കോടതി. ഉത്തരവിൽ വ്യക്തത ആവശ്യപ്പെട്ട് മധ്യപ്രദേശ് സർക്കാർ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് അനിരുദ്ധ ബോസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ വിശദീകരണം. രാജസ്ഥാൻ ഹൈക്കോടതി വിധിയാണ് 2023 ഓഗസ്റ്റ് 11 സുപ്രീം കോടതി ശരിവെച്ചത്. ഉത്തരവ് മധ്യപ്രദേശിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ നടപ്പാക്കേണ്ടതാണെന്ന നിരീക്ഷണവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. മുൻ മുഖ്യമന്ത്രി M. കരുണാനിധിയുടെ ഗൺമാന് മന്ത്രി I. പെരിയസ്വാമി അനധികൃതമായി വീട് അനുവദിച്ചെന്ന കേസ് പുനരന്വേഷിക്കാനുള്ള ഹൈക്കോടതിയുടെ നീക്കം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മന്ത്രിയെ കുറ്റവിമുക്തനാക്കിയ കീഴ്ക്കോടതി വിധി സ്വമേധയാ പുനഃപരിശോധിക്കാൻ തീരുമാനിച്ച മദ്രാസ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ആനന്ദ് വെങ്കടേഷ് കേസ് തുടരാനും ഉത്തരവിട്ടിരുന്നു. ഇതിനെതിരെയാണ് മന്ത്രി സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇത് ചോദ്യം ചെയ്ത മന്ത്രിയുടെ അപ്പീൽ സുപ്രീം കോടതി പരിശോധിക്കുന്നതിനാലാണ് നടപടികൾ സ്റ്റേ ചെയ്യാൻ ഉത്തരവിട്ടത്. ജസ്റ്റിസുമാരായ ഋഷികേശ് റോയി, പ്രശാന്ത് കുമാർ മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. ചെന്നൈയിലെ കോടതിയുടെ പരിഗണനയിലുള്ള അഴിമതി കേസിൽ വിചാരണ മാറ്റിവെക്കാനും വ്യക്തിപരമായി ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കാനും പെരിയസ്വാമി സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്.
ഉത്തർപ്രദേശിലെ മദ്രസ നിയമം റദ്ദാക്കിയ അലഹബാദ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഹൈക്കോടതി വിധി 17 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി വിധി സ്റ്റേ ചെയ്തത്. നിയമത്തിന്റെ വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നതിൽ ഹൈക്കോടതിക്ക് പിഴവ് സംഭവിച്ചെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു. ഹർജിയിൽ വിശദമായ വാദം കേൾക്കേണ്ട ആവശ്യമുള്ളതിനാൽ കേന്ദ്ര സർക്കാരിനും UP സർക്കാരിനും നോട്ടീസ് അയക്കുമെന്നും സുപ്രീം കോടതി പറഞ്ഞു. UP മദ്രസ ബോർഡിന്റെ ലക്ഷ്യങ്ങൾ നിയമവിധേയമാണെന്നും ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മതേതര മൂല്യങ്ങൾ ലംഘിക്കുമെന്ന് പറഞ്ഞ് അവ റദ്ദാക്കാൻ ഹൈക്കോടതിക്ക് അവകാശമില്ലെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ UP സർക്കാരിന്റെ വിശദീകരണം ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചത്. ജൂലൈ 2-ാം വാരം കേസ് വീണ്ടും പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു. അതുവരെ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ ഉണ്ടാകുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. UPയിലെ മദ്രസ നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ മാസമാണ് അലഹബാദ് ഹൈക്കോടതി നിയമം സ്റ്റേ ചെയ്തത്. വിധിക്ക് പിന്നാലെ വലിയ പ്രതിഷേധം UPയിലാകെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് UPയിലെ മദ്രസ കമ്മിറ്റികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. UPയിലെ മദ്രസകളിൽ 17 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇവരെയെല്ലാം പെട്ടെന്ന് സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് മാറ്റണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. എന്നാൽ ഇത്രയും വിദ്യാർത്ഥികളെ പെട്ടെന്ന് സ്കൂളുകളിലേക്ക് മാറ്റുന്നത് പ്രായോഗികമല്ലെന്നാണ് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച അപകീർത്തി കേസിൽ ആം ആദ്മി പാർട്ടി മുതിർന്ന നേതാവ് സഞ്ജയ് സിംഗ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. തനിക്കെതിരെ മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച സമൻസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജി ഗുജറാത്ത് ഹൈക്കോടതി നിരാകരിച്ച നടപടി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സഞ്ജയ് സിംഗിന്റെ ഹർജിയാണ് സുപ്രീം കോടതി തള്ളിയത്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് നടത്തിയ പരാമർശങ്ങൾ അപകീർത്തികരമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് സർവകലാശാല രജിസ്ട്രാർ പീയൂഷ് പട്ടേലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ െതിരെയും സഞ്ജയ് സിംഗിനെതിരെയും പരാതി നൽകിയത്. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറാൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ അനുമതി നൽകിയതിന് പിന്നാലെ അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തിയതായാണ് പരാതി. പ്രധാനമന്ത്രിയുടെ വിദ്യാഭ്യാസ വിവരങ്ങൾ പങ്കുവെക്കാൻ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരവിട്ടതിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിലും എക്സ് പ്ലാറ്റ്ഫോമിലും കെജ്രിവാളും സഞ്ജയ് സിംഗും പ്രധാനമന്ത്രിയുടെ ബിരുദം സംബന്ധിച്ച് അപകീർത്തികരമായ പ്രസ്താവനകൾ നടത്തുക വഴി പൊതുജനങ്ങൾക്കിടയിൽ സർവകലാശാലയുടെ അന്തസ്സിന് കളങ്കമേറ്റതായി പീയൂഷ് പട്ടേൽ പരാതിയിൽ വ്യക്തമാക്കി. ഇരു നേതാക്കൾക്കുമെതിരെയുള്ള കേസിലെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ജനുവരിയിൽ വിചാരണ കോടതിക്ക് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വിചാരണ കോടതി പുറപ്പെടുവിച്ച സമൻസ് പിൻവലിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ ഗുജറാത്ത് ഹൈക്കോടതിയെ സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയിരുന്നു. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ 6 മാസത്തോളം തിഹാർ ജയിലിൽ കഴിഞ്ഞ സഞ്ജയ് സിംഗ് അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത്. നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയും വിചാരണ കോടതി തള്ളിയിരുന്നു. പോക്സോ കേസുകളിൽ ഇരയാക്കപ്പെട്ടവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനാകില്ലെന്ന് സുപ്രീം കോടതി. പശ്ചിമ ബംഗാളിൽ പോക്സോ കേസിൽ മൊഴി രേഖപ്പെടുത്തുന്നതിനിടെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിൽ ആശങ്ക അറിയിച്ചുകൊണ്ടാണ് കോടതിയുടെ പരാമർശം. സംഭവത്തിൽ ബംഗാൾ പോലീസ് ഉദ്യോഗസ്ഥരെ ബോധവൽക്കരിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞു. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ തടയൽ നിയമത്തിന്റെ സെക്ഷൻ 33(7) പ്രകാരം അന്വേഷണത്തിലും വിചാരണയിലും കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ലെന്ന് പ്രത്യേക കോടതി ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യൻ ശിക്ഷാ നിയമം 228(a) ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് 2 വർഷം വരെ തടവ് വ്യവസ്ഥ ചെയ്തിട്ടുണ്ടെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. കുട്ടിയുടെ ഐഡന്റിറ്റി പൊതുജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്നത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തമാണെന്നും കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ സന്ദീപ് മേത്ത, പ്രസന്ന B. വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച ഹർജി പരിഗണിച്ചത്. കോടതി ഉത്തരവിന്റെ പകർപ്പ് ചീഫ് ജസ്റ്റിസിന് മുന്നിൽ സമർപ്പിക്കുന്നതിനായി കൊൽക്കത്ത ഹൈക്കോടതി രജിസ്ട്രാർ ജനറലിന് കൈമാറണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹർജിക്കാരൻ മുൻകൂർ ജാമ്യത്തിന് അർഹനല്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. നിയമവിധേയമല്ലാത്ത ലിംഗമാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയമാകുന്ന മിശ്രലിംഗക്കാരായ കുട്ടികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കണമെന്ന പരാതിയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയും വിശദീകരണം സുപ്രീം കോടതി തേടി. മിശ്രലിംഗക്കാരായ കുട്ടികൾ നിയമവിധേയമല്ലാത്ത ലിംഗമാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയമാകുന്നത് അവരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്ന് കാട്ടി മധുര സ്വദേശി ഗോപി ശങ്കർ നൽകിയ പൊതു താൽപ്പര്യ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ നടപടി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേന്ദ്രത്തിന് പുറമെ കേന്ദ്ര ഏജൻസിയായ സെൻട്രൽ അഡോപ്ഷൻ റിസോഴ്സ് അതോറിറ്റി എന്നിവയുടെ വിശദീകരണം തേടിയത്. കേന്ദ്ര ആഭ്യന്തര, സാമൂഹിക നീതി, ആരോഗ്യ, കുടുംബക്ഷേമ, നിയമ മന്ത്രാലയങ്ങളെ കക്ഷി ചേർത്താണ് ഹർജി. ഗൂഗിൾ മാപ്പിൽ എങ്ങനെയാണ് പിൻ ലൊക്കേഷൻ ഷെയറിംഗ് ഫീച്ചർ പ്രവർത്തിക്കുന്നതെന്ന് വിശദീകരിക്കാൻ ഗൂഗിളിനോട് സുപ്രീം കോടതി. ജാമ്യ വ്യവസ്ഥകളുടെ ഭാഗമായി ഗൂഗിൾ പിൻ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി പങ്കിടുന്നത് വ്യക്തികളുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തെ ലംഘിക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉൾപ്പെടുന്ന കേസിലാണ് ജസ്റ്റിസുമാരായ അഭയ് സോഖെ, ഉജ്ജൽ ഭുയാൻ എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ നിർദ്ദേശം. ജാമ്യ വ്യവസ്ഥയായി ലൊക്കേഷൻ പങ്കിടുന്നത് സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണോ എന്ന് കോടതി പിന്നീട് പരിശോധിക്കും. പിൻ ലൊക്കേഷൻ ഷെയറിംഗ് ഫീച്ചർ സംബന്ധിച്ച് ഗൂഗിൾ ഇന്ത്യ സത്യവാങ്മൂലം നൽകണമെന്ന്
സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഗൂഗിൾ പിൻ നിർമ്മിക്കുന്നത് ഗൂഗിൾ ഇന്ത്യ അല്ല, ഗൂഗിൾ LLC ആണെന്ന് കമ്പനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വ്യക്തമാക്കി. ഗൂഗിൾ LLC സത്യവാങ്മൂലം നൽകുന്നതാകും ഉചിതമെന്നും അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഗൂഗിൾ ഇന്ത്യയുടെ അഭിഭാഷകനും ഇതേ കാര്യം മുന്നോട്ട് വെച്ചു. ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഗൂഗിൾ ഇന്ത്യ അറിയിച്ചു. തുടർന്ന് ഗൂഗിൾ ഇന്ത്യ ഒഴിവാക്കി ഗൂഗിൾ LLCക്ക് സുപ്രീം കോടതി നോട്ടീസ് നൽകുകയായിരുന്നു. ഗൂഗിൾ LLCയുടെ സത്യവാങ്മൂലം രേഖപ്പെടുത്താൻ രജിസ്ട്രിയോട് നിർദ്ദേശിച്ചു. സത്യവാങ്മൂലം പരിശോധിച്ച ശേഷം കക്ഷികളുടെ വാദം കേൾക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കി. ലഹരി വിരുദ്ധ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ നൈജീരിയൻ പൗരന് ഡൽഹി ഹൈക്കോടതി അനുവദിച്ച ജാമ്യ ഉത്തരവിനെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച അപ്പീലിലാണ് കോടതിയുടെ മുന്നിൽ പരിഗണിച്ചത്. 2 വിഷയങ്ങളാണ് സുപ്രീം കോടതി പ്രധാനമായും പരിശോധിക്കുന്നത്. ഇന്ത്യ വിടില്ലെന്ന് ബന്ധപ്പെട്ട എംബസിയുടെ ഉറപ്പിന്മേൽ വിദേശ പ്രതിക്ക് ജാമ്യം നൽകാൻ സാധിക്കുമോ എന്നതും, ജാമ്യം ലഭിക്കാനായി ഗൂഗിൾ പിൻ ലൊക്കേഷൻ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി പങ്കുവെക്കുന്നത് വ്യക്തികളുടെ സ്വകാര്യതയുടെ ലംഘനമാവുമോ എന്നതുമാണ് പരിശോധിക്കുന്നത്. കോർബറ്റ് കടുവ സങ്കേതത്തെ വൻതോതിൽ നശിപ്പിച്ച വിഷയത്തിൽ സുപ്രീം കോടതിയുടെ കടുത്ത വിമർശനം. 6000 വൃക്ഷങ്ങൾ മുറിച്ചുമാറ്റി കൂനികൾ പോലെ കെട്ടിടങ്ങൾ ഉയർന്നു. കടുവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വൻതോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഇതിനെല്ലാം ഉത്തരവാദികൾ ഉത്തരാഖണ്ഡ് വനം മന്ത്രിയായിരുന്ന ഹരക് സിംഗ് റാവത്തും ഉദ്യോഗസ്ഥരുമാണെന്നുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ സുപ്രീം കോടതി അംഗീകരിച്ചു. നാശനഷ്ടങ്ങൾ എത്രയെന്ന് കണക്കാക്കി തുക ബന്ധപ്പെട്ടവരിൽ ഈടാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. വനസംരക്ഷണ നിയമങ്ങൾ മന്ത്രി മനഃപൂർവ്വം ലംഘിച്ചുവെന്ന് അന്വേഷണത്തിൽ കാണാം. നടപടികൾ സർക്കാർ വേഗത്തിലാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. പത്രങ്ങളിൽ വൃക്ഷങ്ങൾ വെട്ടിയ വാർത്തയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ സ്വമേധയായുള്ള നടപടിക്ക് കാരണം. പിന്നീട് അത് സുപ്രീം കോടതിയിലെത്തി. മലിനീകരണം ഉണ്ടാക്കുന്നയാൾ നഷ്ടപരിഹാരം നൽകണമെന്ന തത്വമനുസരിച്ചാണ് കടുവാ സങ്കേതത്തിനേറ്റ നാശനഷ്ടം ഈടാക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത്. വിദേശിയുടെ മൃതദേഹാവശിഷ്ടം ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ആർക്കും അവകാശമില്ലെന്ന് സുപ്രീം കോടതി. തങ്ങളുടെ ആത്മീയ ഗുരു ഹസ്രത്ത് ഷായുടെ മൃതദേഹാവശിഷ്ടം ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സൂഫി ദർഗ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതി. ഇന്ത്യയിൽ ജനിച്ച ഹസ്രത്ത് ഷാ 1992 പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചു. 2022 ബംഗ്ലാദേശിലെ ധാക്കയിൽ മരിച്ച ഹസ്രത്ത് ഷായുടെ മൃതദേഹാവശിഷ്ടം ഇന്ത്യയിലെത്തിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടാണ് സൂഫി ദർഗ സുപ്രീം കോടതിയെ സമീപിച്ചത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ജസ്റ്റിസ് JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ഹസ്രത്ത് ഷായ്ക്ക് പ്രയാഗ്രാജിൽ ബന്ധുക്കളുണ്ടെന്നും ദർഗയുടെ പരിസരത്ത് സംസ്കരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹം നിറവേറ്റാൻ ആഗ്രഹമുണ്ടെന്നും ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് അരുന്ധതി കഡ്ജു വാദിച്ചു. 2021 മാർച്ച് 8 ഹസ്രത്ത് ഷാ തന്നെ പൂർവികരുടെ കല്ലറയ്ക്ക് സമീപം സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട വിൽപത്രം തയ്യാറാക്കിയതായും ഹർജിക്കാർ വാദിച്ചു. കൂടാതെ ധാക്കയിലെ നിലവിലെ ശവകുടീരം പരിപാലിക്കപ്പെടാത്തതും വൃത്തിഹീനവുമാണെന്നും അരുന്ധതി പറഞ്ഞു. എന്നാൽ അനുച്ഛേദം 32 പ്രകാരം പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിരീക്ഷിച്ച് സുപ്രീം കോടതി ഹർജി തള്ളി. ഹസ്രത്ത് ഷാ പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചിരുന്നു. ധാക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹാവശിഷ്ടം കൊണ്ടുവരണമെന്ന ഹർജിക്കാരുടെ വാദത്തിന് ഭരണഘടനാപരമായ അവകാശമില്ലെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. നിക്ഷേപകർ ആവശ്യപ്പെടുന്ന നിമിഷം പണം തിരികെ നൽകാൻ സഹകരണ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥരാണെന്ന് ഹൈക്കോടതി. ബാങ്ക് നഷ്ടത്തിലായതോടെ കാലാവധി പൂർത്തിയായ സ്ഥിര നിക്ഷേപങ്ങൾ പോലും മടക്കി കിട്ടുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി പാലാ കീഴ്ത്തടിയൂർ സർവീസ് സഹകരണ ബാങ്കിനെതിരെ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ഹർജി പരിഗണിച്ചത്. ഹർജി ഏപ്രിൽ 11 മാറ്റി. ഇത് ഒറ്റപ്പെട്ട വിഷയമല്ലെന്നും സഹകരണ മേഖലയെ മൊത്തത്തിൽ ബാധിക്കുന്നതാണെന്നും കോടതി വിലയിരുത്തി. നിക്ഷേപകരുടെ പണം തിരികെ നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ സാഹചര്യം വളരെ മോശമാകും. ഒരു ബാങ്കിന് ഇളവ് അനുവദിച്ചാൽ അത് ഭാവിയിൽ എല്ലാ നിക്ഷേപകരെയും ബാധിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് വെല്ലുവിളിയാകുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ആം ആദ്മി പാർട്ടി മുൻ MLA സന്ദീപ് കുമാറിന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഇത്തരം ഹർജികൾ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ഫയൽ ചെയ്യുന്നവയാണെന്നും കനത്ത പിഴ ചുമത്തേണ്ടതാണെന്നും ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് പറഞ്ഞു. ഇതേ ആവശ്യം ഉന്നയിച്ചുള്ള 2 ഹർജികൾ ഹൈക്കോടതി നേരത്തെ തള്ളിയിരുന്നു. സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കെജ്രിവാളാണെന്നും ഹൈക്കോടതിക്ക് ഇടപെടാൻ കഴിയില്ലെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. രാജസ്ഥാനിലെ ബോംബ് സ്ഫോടന കേസിൽ 1993 മുതൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന 96 വയസ്സുള്ളയാളെ വിട്ടയക്കുന്നത് പരിഗണിക്കാൻ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു. തുടർച്ചയായ തടവ് ശിക്ഷ വധശിക്ഷ പോലെയാണെന്ന് വ്യക്തമാക്കിയാണിത്. ഹബീബ് അഹമ്മദ് ഖാനാണ് ദീർഘകാലത്തെ തടവ് ശിക്ഷ ചൂണ്ടിക്കാട്ടി സ്ഥിരം പരോൾ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്.
ഇന്നലെ ആരംഭിക്കേണ്ടിയിരുന്ന കൺസ്യൂമർ ഫെഡിന്റെ റംസാൻ വിഷു ചന്തകൾക്ക് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചു. പെരുമാറ്റച്ചട്ടം ലംഘിച്ച് സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണിത്. തീരുമാനത്തിനെതിരെ കൺസ്യൂമർ ഫെഡിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഈ മാസം 5-നാണ് നെയ്യാറ്റിൻകര സ്വദേശി ഗോവിന്ദ് നായർ സിഇഒയ്ക്ക് പരാതി നൽകിയത്. പരാതിയും സർക്കാരിന്റെ തീരുമാനവും സിഇഒ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീർപ്പിന് വിടുകയായിരുന്നു. ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചയാൾ ഹെൽമറ്റ് ധരിക്കാത്തതിനാൽ നഷ്ടപരിഹാര തുകയിൽ നിന്ന് മദ്രാസ് ഹൈക്കോടതി 13.5 ലക്ഷം രൂപ കുറച്ചു. 89.5 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെങ്കിലും വാഹനം ഓടിച്ചയാളുടെ അശ്രദ്ധ കണക്കിലെടുത്താണ് ഡിവിഷൻ ബെഞ്ച് 15% തുക കുറച്ചത്. 2017-ലുണ്ടായ അപകടത്തിൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഇൻഷുറൻസ് കമ്പനി നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഉത്തരവ്. 4 പേരടങ്ങുന്ന കുടുംബത്തിന് 76 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്ന് കോടതി ഇൻഷുറൻസ് കമ്പനിയോട് നിർദ്ദേശിച്ചു. വിധവയ്ക്ക് 26 ലക്ഷം രൂപയും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് 22 ലക്ഷം രൂപയും വീതവും പ്രായമായ പിതാവിന് 6 ലക്ഷം രൂപയും നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്. ലിവ് ഇൻ ബന്ധങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക ഉത്തരവുമായി മദ്രാസ് ഹൈക്കോടതി. നിയമപരമായി വിവാഹിതരല്ലെങ്കിലും ബന്ധം അവസാനിച്ചാൽ സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. പ്രതിമാസം 1500 രൂപ സ്ത്രീക്ക് നൽകണമെന്ന വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള യുവാവിന്റെ ഹർജി പരിഗണിക്കവെയാണ് ഈ ഉത്തരവ്. ഇരുവരും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് ജീവിച്ചത്. ഒരു കുഞ്ഞിനും ജന്മം നൽകി. പങ്കാളികൾ ഒരുമിച്ച് താമസിച്ചതിന് തെളിവുണ്ടെങ്കിൽ ജീവനാംശം നിഷേധിക്കാൻ കഴിയില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഉത്തരാഖണ്ഡിൽ ഏക സിവിൽ കോഡ് നിയമപ്രകാരം ലിവ് ഇൻ ബന്ധങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥി അഭിഷേക് മനു സിംഗ്വി നറുക്കെടുപ്പ് നടപടിക്രമത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. നറുക്കെടുക്കപ്പെടുന്ന പേരുകാരൻ പരാജയപ്പെടുമെന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ വ്യാഖ്യാനം ചോദ്യം ചെയ്താണ് ഹർജി നൽകിയത്. 40 അംഗങ്ങളുടെയും 3 സ്വതന്ത്രരുടെയും പിന്തുണയുള്ള കോൺഗ്രസിന് വിജയിക്കാനാകുമായിരുന്നു. എന്നാൽ 6 കോൺഗ്രസ് MLA-മാരും 3 സ്വതന്ത്രരും കൂറുമാറി BJP സ്ഥാനാർത്ഥി ഹർഷ് മഹാജന് വോട്ട് ചെയ്തു. ഇതോടെ 2 സ്ഥാനാർത്ഥികൾക്കും 34 വോട്ട് വീതം കിട്ടിയതോടെയാണ് നറുക്കെടുപ്പ് വേണ്ടി വന്നത്. നറുക്കെടുത്തത് തൻ്റെ പേരാണെന്നും എന്നാൽ നറുക്കെടുക്കപ്പെടുന്നയാളാണ് തോൽക്കുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും സിംഗ്വി ചൂണ്ടിക്കാട്ടി. ഇതെവിടെയും കേട്ടുകേൾവിയില്ലാത്തതാണെന്നും ഹർജിയിൽ പറഞ്ഞു. വിജയിയായി പ്രഖ്യാപിക്കപ്പെട്ട ഹർഷ് മഹാജൻ കഴിഞ്ഞ ദിവസം രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. അതേസമയം രാജ്യസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പുണ്ടായാൽ നറുക്കെടുക്കപ്പെടുന്നയാൾ തോൽക്കും. ലോക്സഭയിലേക്കാണെങ്കിൽ നറുക്കിൽ പേരുള്ളയാൾ ജയിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ചട്ടമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുൻ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചു. ക്ഷേത്രങ്ങളുടെ 4 അമ്പലത്തിനുള്ളിൽ വീൽചെയർ ഉപയോഗിക്കാൻ അനുമതി തേടി നൽകിയ ഹർജിയിൽ അമിക്കസ് ക്യൂറിയെ നിയമിച്ച് ഹൈക്കോടതി. ഇതിന്റെ സാധ്യത പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ അഡ്വക്കേറ്റ് വി രാംകുമാർ നമ്പ്യാരെയാണ് അമിക്കസ് ക്യൂറിയായി നിയമിച്ചത്. ശാരീരിക അവശതകളുള്ളവർക്ക് 4 അമ്പലത്തിനുള്ളിൽ വീൽചെയർ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ലഭിച്ച അപേക്ഷയിൽ ഹൈക്കോടതി സ്വമേധയാ എടുത്ത ഹർജിയിലാണ് നടപടി. ഭിന്നശേഷിക്കാരിയായ പരാതിക്കാരി ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും സഹായത്തോടെയാണ് 4 അമ്പലത്തിനുള്ളിൽ ദർശനം നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഹർജിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചിൻ ദേവസ്വം ബോർഡ്, ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി, മലബാർ ദേവസ്വം ബോർഡ് എന്നിവരോട് സത്യവാങ്മൂലം നൽകാൻ അനിൽ കെ നരേന്ദ്രൻ, ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. കേരള വിദ്യാഭ്യാസ ചട്ടം ബാധകമല്ലാത്ത CBSE, ICSE പാഠ്യപദ്ധതി പിന്തുടരുന്ന സ്കൂളുകൾക്ക് അവധിക്കാല ക്ലാസ് നടത്താൻ ഹൈക്കോടതി ഉപാധികളുടെ അനുമതി നൽകി. രാവിലെ 7:30 മുതൽ 10:30 വരെ ക്ലാസുകൾ നടത്താം. ക്ലാസ് നടത്താമെങ്കിലും മധ്യവേനൽ അവധിയുടെ കാര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവുകൾ ബാധകമായിരിക്കുമെന്ന് മുഹമ്മദ് മുഷ്താഖ്, MA അബ്ദുൽ ഹക്കീം എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. 2025 ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ബോർഡ് പരീക്ഷ നടക്കുന്നതിനാൽ 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് അവധിക്കാലത്ത് ക്ലാസുകൾ നടത്താൻ അനുമതി തേടി കേരള CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ, കൗൺസിൽ ഓഫ് CBSE സ്കൂൾസ് എന്നിവയാണ് ഹർജി നൽകിയത്. അവധിക്കാലത്ത് ക്ലാസ് നടത്തരുതെന്ന 2023 സർക്കാർ ഉത്തരവാണ് തടസ്സമെന്ന് ഹർജിക്കാർ വാദിച്ചു. KER ബാധകമായ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് അവധിക്കാല ക്ലാസിന് അനുമതിയില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും മതം വെവ്വേറെ രേഖപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ ചട്ടം. നിലവിൽ കുടുംബത്തിൻ്റെ മതമാണ് രേഖപ്പെടുത്തുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം പാർലമെന്റിൽ പാസാക്കിയ ജനന മരണ രജിസ്ട്രേഷൻ നിയമപ്രകാരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ചട്ടങ്ങളിൽ രക്ഷിതാക്കളുടെ മതം വെവ്വേറെ രേഖപ്പെടുത്താൻ വ്യവസ്ഥ ചെയ്യുന്നു. ചട്ടങ്ങൾ സംസ്ഥാനങ്ങൾ അംഗീകരിച്ച് വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. നിർദ്ദിഷ്ട ഫോം നമ്പർ
ഒന്ന്, ബർത്ത് റിപ്പോർട്ടിലാണ് അച്ഛൻ്റെ മതം, അമ്മയുടെ മതം എന്നിവ രേഖപ്പെടുത്തേണ്ടത്. ദത്തെടുക്കുമ്പോഴും ഇത് പാലിക്കണം. ജനന മരണ രജിസ്ട്രേഷൻ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ തലത്തിൽ സൂക്ഷിക്കാനും ദേശീയ പോപ്പുലേഷൻ രജിസ്റ്ററിൽ ഈ വിവരങ്ങൾ ഉൾപ്പെടുത്താനും നിയമ ഭേദഗതി വരുത്തി. ഒക്ടോബർ 11 നിയമം നിലവിൽ വന്നത്. എല്ലാ ജനന മരണങ്ങളും കേന്ദ്ര സർക്കാരിൽ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ജനന രജിസ്ട്രേഷന് 2 ഭാഗങ്ങളുണ്ട്: നിയമപരവും സ്ഥിതിവിവരക്കണക്കിനുള്ളതും. മാതാപിതാക്കളുടെ മതം സ്ഥിതിവിവരക്കണക്കിനായി ഉപയോഗിക്കുമെന്ന് കേന്ദ്രം പറയുന്നു. ജനന രജിസ്ട്രേഷനിലെ നിയമപരമായ ഭാഗം ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കും. ദേവികുളം MLA എ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ കേരള ഹൈക്കോടതി വിധിക്ക് ഏർപ്പെടുത്തിയ സ്റ്റേ നീക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. ഹൈക്കോടതിയിലെ ഹർജിക്കാരനായ കോൺഗ്രസ് നേതാവ് D. കുമാറിന്റെ ആവശ്യം ജസ്റ്റിസ് അനിരുദ്ധ ബോസിന്റെ ബെഞ്ചാണ് തള്ളിയത്. എ രാജ സമർപ്പിച്ച അപ്പീലിൽ 2023 ഏപ്രിൽ 28 സുപ്രീം കോടതി ഹൈക്കോടതി ഉത്തരവ് ഉപാധികളോടെ സ്റ്റേ ചെയ്തിരുന്നു. പിന്നീട് പല അവസരങ്ങളിലായി സ്റ്റേ നീട്ടി. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിട്ടില്ലെന്നും ദേവികുളത്ത് ഉടൻ ഉപതെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. ഇതേ തുടർന്ന് കഴിഞ്ഞ ദിവസം എ രാജയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് G. പ്രകാശ് സ്റ്റേ നീട്ടണമെന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചു. കേസ് 4 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കാമെന്നും അതുവരെ ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേ ഉണ്ടാകുമെന്നും കോടതി അറിയിച്ചു. പ്രധാനമന്ത്രി കോയമ്പത്തൂരിൽ നടത്തിയ റോഡ് ഷോയിൽ കുട്ടികൾ പങ്കെടുത്ത സംഭവത്തിൽ കേസെടുത്ത നടപടി തടഞ്ഞ് മദ്രാസ് ഹൈക്കോടതി. FIR റദ്ദാക്കണമെന്ന ഹർജി ഈ മാസം 24 പരിഗണിക്കും. കേസെടുത്തതിനെതിരെ സ്കൂൾ മാനേജ്മെന്റ് നൽകിയ ഹർജിയാണ് കോടതി ഇടക്കാല സ്റ്റേ ഉത്തരവിലൂടെ തടഞ്ഞത്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മോദി നടത്തിയ റോഡ് ഷോയിലാണ് കുട്ടികൾ പങ്കെടുത്തത്. റോഡ് ഷോയ്ക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ പോലീസിനെ കഴിഞ്ഞ ദിവസം കോടതി രൂക്ഷമായി വിമർശിച്ചു. കുട്ടികൾ റോഡരികിൽ നിൽക്കുന്നത് എങ്ങനെയാണ് ക്രിമിനൽ കുറ്റമാകുന്നതെന്ന് ചോദിച്ച കോടതി കുട്ടികളെ പ്രചാരണത്തിന് ഉപയോഗിച്ചതായി കാണുന്നില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. കുട്ടികളുടെ വീട്ടുകാർ പരാതി നൽകിയിട്ടില്ലെന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും കോടതി നിരീക്ഷിച്ചു. പോലീസ് മാധ്യമ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നും കോടതി പറഞ്ഞു. പരിപാടിയിൽ പങ്കെടുത്ത കുട്ടികൾ പഠിക്കുന്ന സായിബാബ വിദ്യാലയം സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് സായിബാബ കോളനി പോലീസ് കേസെടുത്തത്. ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പരാതിയിലായിരുന്നു നടപടി. ശ്രീ സായിബാബ എയ്ഡഡ് മിഡിൽ സ്കൂളിലെ 50ഓളം കുട്ടികൾ യൂണിഫോം ധരിച്ച് റോഡ് ഷോയിൽ നിൽക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തക എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് സ്വീകാര്യമല്ലാത്ത രക്ഷിതാവിനോടൊപ്പം താമസിക്കണമെന്ന് നിർബന്ധിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. കുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ്. കുട്ടി നിലവിൽ അച്ഛൻ്റെ ബന്ധുക്കൾക്കൊപ്പമാണ് താമസിക്കുന്നത്. കുട്ടിയുടെ കസ്റ്റഡി വേണമെന്നാവശ്യപ്പെട്ട അമ്മ നൽകിയ ഹർജിയിൽ പറയുന്നത് പോലെ തടവിൽ വെച്ചിട്ടില്ലെന്നും കുട്ടി ആഗ്രഹിക്കുന്നവരോടൊപ്പം വിടാനും അനുമതി നൽകിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രൻ, ജസ്റ്റിസ് G. ഗിരീഷ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് വിധി. അച്ഛനോടൊപ്പമാണ് ഇതുവരെ കുട്ടി വളർന്നത്. എന്നാൽ ഈ അടുത്തായി അച്ഛൻ മരിക്കുകയും കുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം ദുബായിലേക്ക് മാറ്റുകയുമായിരുന്നു. കുട്ടിയുടെ അച്ഛൻ്റെ സഹോദരിക്കൊപ്പമാണ് ഇപ്പോൾ കഴിയുന്നത്. കുടുംബ കോടതിയുടെ ഉത്തരവിന് വിരുദ്ധമായാണ് കുട്ടിയെ താമസിപ്പിച്ചിരിക്കുന്നതെന്നും കുട്ടിയുടെ അമ്മ നൽകിയ ഹേബിയസ് കോർപ്പസിൽ ആരോപിച്ചു. കുട്ടിയുമായി നേരിട്ട് സംസാരിച്ചതിന് ശേഷമായിരുന്നു കോടതിയുടെ തീരുമാനം. നിലവിൽ താമസിക്കുന്നവരോടൊപ്പം സന്തോഷത്തിലാണ് കുട്ടിയുള്ളതെന്നും അമ്മയോടൊപ്പം പോകാൻ താല്പര്യമില്ലെന്ന് കുട്ടി പറഞ്ഞതായും കോടതി ഉത്തരവിൽ പറഞ്ഞു. അമ്മയോടൊപ്പം വിടരുതെന്ന് തങ്ങളോട് കുട്ടി അപേക്ഷിച്ചതെന്നും അതവൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണെന്നും ഹൈക്കോടതി പറഞ്ഞു. കുട്ടിയുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി തീരുമാനമെടുത്താൽ അതവൻ്റെ പഠനത്തെയും വൈകാരികമായ ആഘാതത്തിനും കാരണമാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹർജി പരിഗണിക്കുന്നതിനിടെ മുൻകാലങ്ങളിലെ സമാനമായ മറ്റു കോടതി ഉത്തരവുകൾ കൂടി പരാമർശിച്ചാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിച്ചത്. ഇതോടുകൂടി ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു. നമസ്കാരം.